ഹായ് ഓൾ, ഇന്ന് നമുക്ക് കൊല്ലങ്കോട്ടേക്കൊന്ന് യാത്ര പോയാലോ? പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട്. കേരള തമിഴ്നാട് ബോർഡറിൽ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തുള്ള ഗ്രാമീണ ഭംഗി നിറഞ്ഞൊരിടം. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞങ്ങൾ പോയത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. നെല്ലുണക്കി സൂക്ഷിക്കുന്ന ഒരു കളമാണ് ഇവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അടഞ്ഞു കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കാണാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ പോയത് കുടിലിടം എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. കുടിലിടൊക്കെ കാണുമ്പോഴാട്ടോ നമ്മുടെ നാടിൻ്റെ ശരിക്കുമുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത്. ഓം ശാന്തി ഓശാന സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഹരിതാഭ്യം എന്നൊക്കെ. അത് കാണണമെങ്കിൽ ഇവിടെ വരണം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടും ഏറുമാടും പിന്നെ ചെറിയ ചെറിയ കുടിലുകളും പണ്ട് നമ്മൾ തേവാൻ ഉപയോഗിച്ചിരുന്ന ചക്രമൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്സ്. ഞങ്ങൾ സ്റ്റേ എടുത്തിരുന്നത് മാംഗോ വില്ലേജിലായിരുന്നു കേട്ടോ. അവിടുന്ന് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ഈസിലി ആക്സസിബിൾ ആയിരുന്നു. പേര് പറയണ പോലെ തന്നെ 25,000 മാവുകളുടെ ഇടയിലുള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ അത്. അവിടെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും എല്ലാം ഉണ്ട്. നേരം പോകുന്നത് അറിയേയില്ല ഇവിടെ. രാത്രിയിൽ ലൈറ്റ്സൊക്കെ കൂടി ഇട്ടപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ മുഖച്ഛായനെ അങ്ങോട്ട് മാറിയിട്ടോ. ഇവിടെ മെയിനായിട്ട് 4 കൈൻഡ് ഓഫ് റൂംസാണുള്ളത്. സ്റ്റാൻഡേർഡ്, ഡ്യൂലെക്സ് കോട്ടേജ് ആൻഡ് സ്യൂട്ട് റൂം. നമ്മളെടുത്ത ഒരു സ്റ്റാൻഡേർഡ് റൂമായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തെ കാഴ്ചകളും കൂടി കാണണമല്ലോ. അതുകൊണ്ട് 4,500 രൂപയ്ക്ക് ഞങ്ങൾക്ക് റൂം കിട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ചുറ്റിക്കാണാനുണ്ട് കേട്ടോ. അഡ്വഞ്ചർ ആക്ടിവിറ്റീസും സ്വിമ്മിംഗ് പൂളും കിഡ്സ് പാർക്കും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കിഡ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കുഞ്ഞ് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതുകൊണ്ട് ഡേ ഔട്ടിന് ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്തൊക്കെയുള്ളത് നോക്കാം. സിപ്പ് ലൈന്, സ്കൈ വാക്ക്, സ്കൈ സൈക്ലിംഗ്, ബോൾ ബോട്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഞാനും സിപ്പ് ലൈനിലൊന്ന് കയറി. പിന്നീട് നമ്മൾ പോയത് ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതൊരു പ്രകൃതി ക്ഷേത്രമാണ്. ശിവനും പാർവതിയും കാട്ടാള രൂപത്തിൽ, അതായത് കറുപ്പസ്വാമി വേലമ്മയായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ. സീതാർകുണ്ട് വാട്ടർഫോൾസും താമരപ്പാടും കൂടി നമ്മൾ കണ്ടു കേട്ടോ. പക്ഷെ നട്ടുച്ചയുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.